നൈസ് തിങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട USS പരീക്ഷാർത്ഥികളെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാകുന്ന സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം തന്നതിൻ്റെ തുടർ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലും. സമയമൊട്ടും കളയാതെ നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. മഹാവീരൻ ഉപയോഗിച്ച ഭാഷ ഏത്? മഹാവീരൻ ഉപയോഗിച്ച ഭാഷ ഏത്? ഉത്തരം പ്രാകൃത്. ഏതാണ്? പ്രാകൃത്. അപ്പോൾ പ്രാകൃത ഭാഷ ഉപയോഗിച്ച ഒരു വ്യക്തി ആരാണ്? മഹാവീരൻ. മഹാവീരൻ ഉപയോഗിച്ച ഭാഷയാണ് പ്രാകൃത്. അടുത്ത ചോദ്യം, ശ്രീബുദ്ധൻ ആശയപ്രചരണത്തിന് ഉപയോഗിച്ച ഭാഷ ഏത്? ശ്രീബുദ്ധൻ തൻ്റെ ആശയപ്രചരണത്തിനായി ഉപയോഗിച്ച ഭാഷ പാലി ഭാഷയാണ്. പാലി ഭാഷയാണ് ശ്രീബുദ്ധൻ ഉപയോഗിച്ചത്. എന്നാൽ മഹാവീരൻ ഉപയോഗിച്ചിരുന്നത് പ്രാകൃതായിരുന്നു. ഓക്കെ. അടുത്ത ചോദ്യം, അഷ്ടാംഗമാർഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഷ്ടാംഗമാർഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന വ്യക്തി ആരാണ്? ശ്രീബുദ്ധൻ. ശ്രീബുദ്ധനാണ് എന്ത്? അഷ്ടാംഗമാർഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അഷ്ടാംഗമാർഗം ശ്രീബുദ്ധൻ. അവിടെ നോക്കൂ, മഗധ, അംഗം, വജ്ജി, മല്ല, കാശി, വത്സം തുടങ്ങിയ 16 പട്ടണങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മഗധ, അംഗം, വജ്ജി തുടങ്ങിയ 16 പട്ടണങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്താണ്? മഹാജനപദങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. മഹാജനപദങ്ങളിൽ എത്ര പട്ടണങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? 16 പട്ടണങ്ങളാണ് മഹാജനപദങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. നമ്മുടെ ദേശീയ മുദ്ര ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? നമ്മുടെ ദേശീയ മുദ്ര ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഉത്തരം എന്താണ്? അശോക ചക്രവർത്തി സാരാനാഥിൽ സ്ഥാപിച്ച സ്തംഭത്തിൽ നിന്നാണ് നമ്മുടെ ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത്. ദേശീയ മുദ്ര സ്ഥാപിച്ചിരിക്കുന്നത് അശോക ചക്രവർത്തി സാരാനാഥിൽ സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്നാണ് ദേശീയ മുദ്ര സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ. നമ്മുടെ ദേശീയ മുദ്ര അശോക ചക്രവർത്തി സാരാനാഥിൽ സ്ഥാപിച്ച സ്തംഭത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, മൗര്യ രാജവംശ സ്ഥാപകൻ ആര്? അല്ലെങ്കിൽ മൗര്യ രാജവംശം സ്ഥാപിച്ചത് ആര്? മൗര്യ രാജവംശ സ്ഥാപകൻ ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യർ. ചന്ദ്രഗുപ്ത മൗര്യറാണ് മൗര്യ രാജവംശത്തിൻ്റെ സ്ഥാപകൻ. ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യർ. അടുത്ത ചോദ്യം, അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവ് ആര്? അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവ് ചാണക്യൻ. അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവ് ചാണക്യൻ. ചാണക്യൻ്റെ പ്രശസ്തമായ സൃഷ്ടിയാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവ് ആരാണ്? ചാണക്യൻ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കൂ, രാജ്യത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾ തമ്മിൽ ഐക്യമുണ്ടായാലേ സമാധാനമുണ്ടാകൂ എന്ന് തിരിച്ചറിഞ്ഞ അശോകൻ സ്വീകരിച്ച നയം ഏത്? രാജ്യത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾ തമ്മിൽ ഐക്യമുണ്ടായാലേ സമാധാനം ഉണ്ടാകൂ എന്ന് തിരിച്ചറിഞ്ഞ അശോകൻ സ്വീകരിച്ച നയം ഏത്? ധമ്മം മീൻസ് ധർമ്മം എന്നാണ്. ഓക്കെ. ധർമ്മം ആണ് അദ്ദേഹം സ്വീകരിച്ച നയം. ധർമ്മം. ഓക്കെ. അടുത്ത ചോദ്യം, അശോക ചക്രവർത്തി ധർമ്മവും തീരുമാനങ്ങളും ജനങ്ങളെ അറിയിച്ചിരുന്നത് പാറകളിൽ കൊത്തിവെച്ചാണ്. അല്ലേ? അതെല്ലാം അദ്ദേഹത്തിൻ്റെ ധർമ്മവും തീരുമാനങ്ങളും ഒക്കെ അദ്ദേഹം പാറകളിൽ കൊത്തിവെച്ചാണ് ജനങ്ങളെ അറിയിച്ചിരുന്നത്. ഇവ എങ്ങനെ അറിയപ്പെട്ടിരുന്നു? ഇവ എന്തെന്നാണ് അറിയപ്പെട്ടിരുന്നത്? എന്താണ് പാറകളിൽ എഴുതുന്നത്? ശിലാലിഖിതങ്ങൾ. എന്താണ്? ശിലാലിഖിതങ്ങൾ. ഓക്കെ. അശോക ചക്രവർത്തി തൻ്റെ ധർമ്മവും തീരുമാനങ്ങളും ഒക്കെ ജനങ്ങളെ അറിയിച്ചിരുന്നത് പാറകളിൽ ലേഖനം ചെയ്താണ്. പാറകളിൽ എഴുതിയിട്ടായിരുന്നു. ഈ പാറകളിൽ എഴുതുന്ന രീതി അല്ലെങ്കിൽ ആ പാറകൾ എഴുതിയിരിക്കുന്നതിനെ പറയുന്ന പേരെന്താണ്?
ശിലാലിഖിതങ്ങൾ. എന്താണ്? ശിലാലിഖിതങ്ങൾ. അശോക ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ചോദ്യമാണ് അടുത്തത്. അശോക ചക്രവർത്തിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച യുദ്ധം ഏത്? അശോക ചക്രവർത്തിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച യുദ്ധം ഏതാണ്? കലിംഗ യുദ്ധം. ഏതാണ്? കലിംഗ യുദ്ധം. അടുത്തത് ഒരു ചിത്രം കാണിച്ചിട്ട് സാഞ്ചിയിലെ സ്തൂപം തിരിച്ചറിയുക എന്നുള്ളതാണ്. പോട്ടെ, അടുത്ത ചോദ്യം നോക്കൂ. മൗര്യഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉയർന്നു വന്ന രാജവംശം ഏത്? മൗര്യഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉയർന്നു വന്ന രാജവംശം ഏത്? മൗര്യഭരണത്തിന് ശേഷം ഗുപ്ത രാജവംശമാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ഗുപ്ത രാജവംശം. അപ്പോൾ മൗര്യഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉയർന്നു വന്ന രാജവംശം ഏതാണ്? ഗുപ്ത രാജവംശം. ഏതാണ്? ഗുപ്ത രാജവംശം. ഞാൻ ആ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങളും ഒപ്പം ഉത്തരം പറഞ്ഞു നോക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം ഇവ ആരുടെ കൃതികളാണ്? അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം തുടങ്ങിയവ ആരുടെ കൃതികളാണ്? ആരുടെ കൃതികളാണ്? കാളിദാസൻ്റെ മേഘസന്ദേശവും അഭിജ്ഞാന ശാകുന്തളവും ഒക്കെ വളരെ പ്രസിദ്ധമാണ് അല്ലേ? അപ്പോൾ അഭിജ്ഞാന ശാകുന്തളം എഴുതിയതാര്? കാളിദാസൻ. മേഘസന്ദേശം എഴുതിയത് കാളിദാസൻ. കുമാരസംഭവം എഴുതിയത് കാളിദാസൻ. ഓക്കെ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കാളിദാസൻ ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? കാളിദാസൻ ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലത്താണ്. ഓക്കെ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലത്താണ് കാളിദാസൻ ജീവിച്ചിരുന്നത്. കാളിദാസൻ ഏത് രാജാവിൻ്റെ കാലത്താണ് ജീവിച്ചിരുന്നത്? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഓക്കെ. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന 9 പണ്ഡിതന്മാർ ഏത് പേരിൽ അറിയപ്പെടുന്നു? 9 പണ്ഡിതന്മാരെ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കൊട്ടാരത്തിൽ 9 പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഈ 9 പണ്ഡിതന്മാരെയും കൂടി ചേർത്ത് ഒരു പേരിൽ അറിയപ്പെട്ടിരുന്നത് എന്താണ്? നവരത്നങ്ങൾ. എന്താണ്? നവരത്നങ്ങൾ. നവം 9, 9 രത്നങ്ങൾ അല്ലേ? നവരത്നങ്ങൾ. 9 രത്നങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നവരത്നങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡൽഹിക്ക് സമീപമുള്ള മെഹ്റൗളിയിലെ ഇരുമ്പ് തൂൺ പണി കഴിപ്പിച്ചത് ആര്? ഡൽഹിക്ക് സമീപമുള്ള മെഹ്റൗളിയിലെ ഇരുമ്പ് തൂൺ പണി കഴിപ്പിച്ചത് ആരാണ്? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. അടുത്ത ചോദ്യം. ഗുപ്ത ഭരണകാലത്തെ 2 ജ്യോതിശാസ്ത്ര വിദഗ്ധർ ആരൊക്കെ? ഗുപ്ത ഭരണകാലത്തെ 2 ജ്യോതിശാസ്ത്ര വിദഗ്ധർ ആരൊക്കെ? ആരൊക്കെയാണ്? പറയാൻ പറ്റുന്നുണ്ടോ കൂട്ടുകാർക്ക്? വരാഹമിഹിരനും ബ്രഹ്മഗുപ്തനും. വരാഹമിഹിരനും ബ്രഹ്മഗുപ്തനും. വരാഹമിഹിരനും ബ്രഹ്മഗുപ്തനും ആരായിരുന്നു? ജ്യോതിശാസ്ത്ര വിദഗ്ധരായിരുന്നു. ജ്യോതിശാസ്ത്ര വിദഗ്ധർ. ഏത് കാലഘട്ടത്തിലായിരുന്നു? ഗുപ്തഭരണ കാലഘട്ടത്തിൽ അല്ലേ? ഗുപ്തഭരണ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ആര്? വരാഹമിഹിരനും ബ്രഹ്മഗുപ്തനും പ്രശസ്തരായത്. ഓക്കെ, ജ്യോതിശാസ്ത്ര വിദഗ്ധരായിരുന്നു വരാഹമിഹിരനും ബ്രഹ്മഗുപ്തനും. ഓക്കെ. അടുത്ത ചോദ്യം. പുരാതന ഇന്ത്യയിലെ പ്രസിദ്ധമായ വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ പേര്? പുരാതന ഇന്ത്യയിലെ പ്രസിദ്ധമായ വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ പേര് എന്താണ്? നളന്ദ സർവകലാശാല. ഏതാണ്? നളന്ദ സർവകലാശാലയാണ് പുരാതന ഇന്ത്യയിലെ പ്രസിദ്ധമായ വിദ്യാഭ്യാസ കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് ഏത് ഭരണകാലത്ത്? നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് ഏത് ഭരണകാലത്ത്? ഏത് ഭരണകാലത്താണ്? ഗുപ്ത ഭരണകാലത്താണ് നളന്ദ സർവകലാശാല സ്ഥാപിച്ചത്. ഗുപ്ത ഭരണകാലഘട്ടത്ത്. ഗുപ്ത ഭരണകാലത്താണ് എന്ത് സ്ഥാപിച്ചത്? നളന്ദ സർവകലാശാല സ്ഥാപിച്ചത്. ഗ്രാമസഭ പോലെ നഗരങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയുടെ പേര്? ഗ്രാമസഭ പോലെ നഗരങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയുടെ പേര് എന്താണ്? വാർഡ് സഭ. എന്താണ്? വാർഡ് സഭ. ഓക്കെ, വാർഡ് സഭ. അടുത്ത ചോദ്യം.
കൗൺസിലർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൗൺസിലർ ഗ്രാമം, നഗരം, ജില്ല, സംസ്ഥാനം. കൗൺസിലർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരം. നഗരത്തിൻ്റെ തലവനാണല്ലേ കൗൺസിലർ. നഗരത്തിലാണ് കൗൺസിലർ വരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ജനാധിപത്യം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ഇങ്ങനെ പറഞ്ഞത് ആര്? അല്ലെങ്കിൽ ഇത് ആരുടെ വാക്കുകളാണ്? ജനാധിപത്യം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധി. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ജനാധിപത്യം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. അടുത്ത ചോദ്യം നോക്കൂ. ജനാധിപത്യം എബ്രഹാം ലിങ്കൺ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? അതായത് ജനാധിപത്യത്തെക്കുറിച്ച് എബ്രഹാം ലിങ്കൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് ജനാധിപത്യം എന്നാണ് എബ്രഹാം ലിങ്കൺ പറഞ്ഞിരിക്കുന്നത്? ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ക്ലിയർ? അടുത്ത ചോദ്യം. പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം ഭരണഘടനയുടെ ഭാഗമായ വർഷം. പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം ഭരണഘടനയുടെ ഭാഗമായ വർഷം 1992, 1992. 1992 പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം ഭരണഘടനയുടെ ഭാഗമായി മാറിയത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് USS പരീക്ഷയ്ക്ക് മാത്രമല്ല, നിങ്ങൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും വളരെ ഉപകാരപ്രദമാകുന്ന ക്വസ്റ്റ്യനുകളാണ് ഇവയൊക്കെ. അപ്പോൾ നിങ്ങളിത് നോട്ട്ബുക്കിൽ പകർത്തി വെച്ച് തന്നെ പഠിക്കുക. പിന്നീട് മത്സര പരീക്ഷകൾക്ക് പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം നോക്കൂ. പഞ്ചായത്ത് രാജ് ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ഏത്? പഞ്ചായത്ത് രാജ് ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ഏത്? ഉത്തരം രാജസ്ഥാൻ. രാജസ്ഥാൻ. ഏതാണ്? രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് പഞ്ചായത്ത് രാജ് ആദ്യമായി നിലവിൽ വന്നത്. അടുത്ത ചോദ്യം. ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഏതിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഏതിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഏതിൽ നിന്നാണ്? ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന്. ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എന്ത് ഉത്ഭവിച്ചത്? ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഉത്ഭവിച്ചത്. ക്ലിയർ? അടുത്ത് നോക്കൂ. ജനങ്ങളാൽ തിരഞ്ഞെടുത്ത പ്രതിനിധികൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? എന്താ ഉത്തരം? പരോക്ഷ ജനാധിപത്യം. പരോക്ഷ ജനാധിപത്യം. എന്താണ് പരോക്ഷ ജനാധിപത്യം? ജനങ്ങളാൽ തിരഞ്ഞെടുത്ത പ്രതിനിധികൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എത്ര വയസ്സ് തികഞ്ഞാലാണ് വോട്ടവകാശം ലഭിക്കുക? എത്ര വയസ്സ് കഴിയണം വോട്ടവകാശം ലഭിക്കണമെങ്കിൽ? 18 അല്ലേ? 18 വയസ്സ് കഴിഞ്ഞാലേ വോട്ടവകാശം ലഭിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തെ നിർവചിച്ചത് ഏത് പ്രസംഗത്തിൽ വെച്ചാണ്? ഏത് പ്രസംഗത്തിൽ വെച്ചാണ് ജനാധിപത്യത്തെ കുറിച്ച് എബ്രഹാം ലിങ്കൺ പ്രതിപാദിച്ചത്? ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലാണ്. ഗെറ്റിസ്ബർഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിനിടയിലാണ് ജനാധിപത്യത്തെക്കുറിച്ച് നമ്മുടെ എബ്രഹാം ലിങ്കൺ പരാമർശിക്കുന്നത്. ഗെറ്റിസ്ബർഗ് പ്രസംഗം. ഗെറ്റിസ്ബർഗ്. അടുത്ത ചോദ്യം. ജനാധിപത്യ പ്രക്രിയയിൽ നിഷേധ വോട്ട് ഏത് പേരിൽ അറിയപ്പെടുന്നു? അതായത് വോട്ടിടാൻ പോകുന്നു, പക്ഷേ ഒരാൾക്കും വോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഇടുന്ന വോട്ടിന് പറയുന്ന പേരാണ് നോട്ട. എന്താണ്? നോട്ട. വോട്ടവകാശത്തിൽ നോട്ടയും അവകാശമായിട്ടുണ്ട് കേട്ടോ. അതായത് ഒരാൾക്ക് വോട്ടിടാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ നോട്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് വോട്ടിടാൻ പറ്റും. നോട്ട. അടുത്ത ചോദ്യം. ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിൽ പത്രമാധ്യമങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിൽ പത്രമാധ്യമങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു?
ഫോർത്ത് എസ്റ്റേറ്റ്. എന്താണ്? ഫോർത്ത് എസ്റ്റേറ്റ്. പത്രമാധ്യമങ്ങൾ എന്ത് പേര് അറിയപ്പെടുന്നു? ഫോർത്ത് എസ്റ്റേറ്റ്. ഓക്കെ. അടുത്ത 75-ാമത്തെ ചോദ്യം നോക്കൂ. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പ്രയോഗത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പ്രയോഗത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ബ്രിട്ടീഷ് പാർലമെൻറ്റേറിയൻ ആയിരുന്ന എഡ്മണ്ട് ബർത്ത്. എഡ്മണ്ട് ബർത്താണ് ഈ ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിൽ പത്രമാധ്യമങ്ങൾക്ക് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന ഒരു പദം നൽകിയത്. ഓക്കെ. അപ്പോൾ ചോദിക്കാം, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പ്രയോഗത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാ? ബ്രിട്ടീഷ് പാർലമെൻറ്റേറിയൻ ആയിരുന്ന എഡ്മണ്ട് ബർത്ത്. എഡ്മണ്ട് ബർത്ത്. ക്ലിയർ? അടുത്ത ചോദ്യം, ഹിന്ദു സ്വരാജ് ആരുടെ കൃതിയാണ്? ഹിന്ദു സ്വരാജ് ആരുടെ കൃതിയാണ്? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ കൃതിയാണ് ഹിന്ദു സ്വരാജ്. അടുത്ത ചോദ്യം, ഭൂരിഭാഗം വനപ്രദേശവും കുന്നുകളും മലകളും നിറഞ്ഞതും നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളുമായ ഭൂപ്രകൃതി വിഭാഗം ഏത്? മലനാട്. ഏതാണ്? മലനാട്. മലനാടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഭൂരിഭാഗം വനപ്രദേശവും കുന്നുകളും മലകളും നിറഞ്ഞ പ്രദേശമാണ് ഏത്? മലനാട്. ഓക്കെ. നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളും എവിടെ തന്നെയാണ്? മലനാട്ടിൽ തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കൂ. സൈലന്റ് വാലിയിൽ ഏത് ജീവിയുടെ അസാന്നിധ്യമാണ് ആ പേരിന് കാരണമായത്? സൈലന്റ് വാലി. സൈലന്റ് വാലിയിൽ ഇല്ലാത്തത് ഏത് ജീവിയാ? ചീവീടുകൾ. ചീവീടുകളുടെ അസാന്നിധ്യം. ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അവിടെ സൈലന്റ് വാലി എന്ന് പറഞ്ഞിരിക്കുന്നത്. സൈലന്റ് വാലി. ഓക്കെ. ചീവീടുകളുടെ അസാന്നിധ്യമാണ് ചീവീട്. അടുത്ത ചോദ്യം, കേരളത്തിൽ ജൂൺ മാസത്തിൽ തുടങ്ങുന്ന മഴക്കാലം ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്കൂൾ ഓപ്പണിംഗ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നല്ല മഴയാണ് അല്ലേ? പക്ഷേ ഇപ്പോൾ കാലമൊക്കെ മാറി, സീസണും ഒക്കെ മാറി മാറിയാണ് വരുന്നത്. പക്ഷേ നമ്മൾക്ക് നമ്മുടെ കാലാവസ്ഥയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്, ജൂൺ മാസത്തിലെ തുടങ്ങുന്ന മഴക്കാലത്തിനൊരു പേരുണ്ട്. എന്താണ്? ജൂൺ മാസത്തിൽ തുടങ്ങുന്ന മഴക്കാലത്തിന് പറയുന്ന പേരാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. എന്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ക്ലിയർ? അടുത്ത ചോദ്യം, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏവ? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണുള്ളത്. കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. ഈ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. ബാക്കി നദികളൊക്കെ പടിഞ്ഞാറോട്ടേക്കാണ് ഒഴുകുന്നത്. ഓക്കെ. കേരളത്തിലാകെ 44 നദികളാണുള്ളത്. 44 നദികളിൽ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നവ. ഓക്കെ. കേരളത്തിലെ 44 നദികളുണ്ട്. കിഴക്കോട്ടൊഴുകുന്നത് 3 നദികൾ. ഏവ? കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? അത് ഏത് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ഓക്കെ. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായലാണ്. ഓക്കെ. ശാസ്താംകോട്ടക്കായൽ കൊല്ലം ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടക്കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ക്ലിയർ? ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? സമതലങ്ങൾ. ഏതാണ്? സമതലങ്ങൾ. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി. ഓക്കെ. വളരെ ലെങ്തി ആവുന്നുണ്ടോ വീഡിയോ? ഇല്ല. 2 ക്വസ്റ്റ്യൻ കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തവ? നേപ്പാൾ, മംഗോളിയ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. ഏതാണ് തന്നിരിക്കുന്നതിൽ? മംഗോളിയ. മംഗോളിയ അയൽ രാജ്യമല്ല അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം, ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഏതാ? ആർട്ടിക്കിൾ 370A.
ആർട്ടിക്കിൾ 370A. ആർട്ടിക്കിൾ 370A പ്രകാരമായിരുന്നു ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അതില്ല കേട്ടോ, ഇപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.